മതി മതി മതിടാ താടാ തായോ ലൗസ് ഇപ്പൊ ഉള്ളല്ലേ? അതെ അത് എന്നാ പിടിച്ചോ. ആ ഇനി ഇതിലുണ്ടാവില്ല കേട്ടോ. പേടിക്കല്ലേ ഒരു ഫുള്ളും കൂടി. പിന്നെ പേടിക്കാം. ഇത് പിടിച്ചേ. വണ്ടി ഞാൻ എടുക്കാം, പക്ഷെ നിൽക്കില്ല കേട്ടാ. അയ്യോ പൂരത്തിന്റെ തിരക്കാണല്ലോ. എണ്ണത്തിനെ പരിചയമുള്ളതിനെ കാണാനില്ല. ഓ നീ വരിയൊക്കെ വരൂ. ഹലോ. പിന്നെ വീട്ടിലൊക്കെ എന്താ പറയണു? വീട്ടിലൊക്കെ അടിപൊളിയാടാ. നിന്റെ ഗഡിയാ? നമ്മടെ അനിയനാ. അതെ തിരക്കാണല്ലോടാ. സാധനം വാങ്ങണം. പൈസ നമുക്ക് വാങ്ങാന്ന്. ചേട്ടാ ചൂടാ ചൂടാ. ഇടയ്ക്കൊക്കെ ഇവിടെ വെച്ച് കാണണ്ടാ. വീട്ടിലേക്ക് എന്തായാലും വരില്ലല്ലോ. വേഗം കയറി വേഗം പോവാം. അങ്ങനെ അവനെ കൊണ്ടൊരു ഗുണുണ്ടായി. നോക്കിയടാ ഒരു പാമ്പ്. പിന്നെ കണ്ടില്ലേ നമ്മുടെ അനിയൻ, അവനൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിലേ ഇതേപോലൊന്നല്ല, മൂർക്കം പാമ്പാണ്. മൂർക്കം പാമ്പ് ഇങ്ങനെ ചീറ്റു നിന്നിട്ട് കണ്ടാ പറയില്ലട്ടാ. ഇനി എത്ര നേരം ഇവിടെ കിടക്കേണ്ടി വരും? നീ പറഞ്ഞല്ലേ ഈ വഴിക്ക് വന്നേ? ആ ഇതല്ലടാ പൊഴി. എന്തുട്ട് തേങ്ങട കാണിക്കണേ? എപ്പ പോയതാ നീ? നീ എന്തിനാണ് ചൂടാവണേ? നിനക്ക് പോവാറില്ലേ ഇത് വാങ്ങാൻ? നീ ഒന്നും മിണ്ടാണ്ടിരുന്ന ഞങ്ങള് വരും. എത്ര അത്യാവശ്യം നിനക്ക്? വെള്ളം കിട്ടാണെന്നല്ലേ അവിടെ ഇരിക്കണേ. പിന്നെ പഴല്ല ദേ വരുന്നു. നിങ്ങളൊന്നും മിണ്ടാണ്ടിരുന്ന ആ തന്ന കാശിനെ അച്ചാറ് മേടിച്ചു, കപ്പലിന് മേടിച്ചു. ചിക്കൻ കറി ഒന്നും മേടിക്കാനുള്ള പൈസ ഇല്ല എന്റെ ഇവിടുന്ന. അവനോടൊന്നും സാധനം പോയ കുഞ്ഞിയാ. പോയി നിക്കണ് കണ്ട. ഓ നീ എന്തിട്ട് പണിയണ്ട കാണിച്ച്? ഇല്ലാത്ത കാശ് അവിടെ നിന്നൊക്കെ പറക്കി വാങ്ങിച്ചിട്ടേ സാധനം കൊണ്ട് മിണ്ടാണ്ടിരുന്ന് മാറിയാണ്ട് വെച്ചല്ലേ. അടുത്ത വണ്ടി വരും, അപ്പൊ എടുക്കാം. മിണ്ടാണ്ട് നീ ഒന്ന് പോയി ചോദിക്കറ. അവിടെ പോയി ഞാൻ ചോദിക്കാൻ വേണ്ടിട്ട് എന്റെ അച്ഛൻ അവിടെ ഇരിക്കുന്നത് അടയ്ക്കാനും തുറക്കാനും വേണ്ടി. ഞാൻ നിന്റെ അച്ഛൻ പറഞ്ഞ വെറുതെ പോയി ചോദിക്കേ. അവര് കിടന്ന് വിളിച്ചിട്ട് ഇതൊക്കെ ഉണ്ടായേ. നീ താനും കൂടി എന്റെ മെക്കെട്ട് കയറിക്കോ. ഇത് ചാഞ്ഞ് കിടക്കല്ലേ, എന്നാ കേറിക്കോ. ഭയങ്കര മൂട് ബോധമില്ലാത്തൊരു സാധനം. ട്രെയിൻ എപ്പോഴാണോ വരാ? ഇവിടെ മനുഷ്യന് തലക്ക് പ്രാന്തായിട്ട്. ആരീ പൊങ്ങണ സാധനം കണ്ടുപിടിച്ചാവോ? ഇത് സൈഡിലേക്ക് പോയാ മതി. ആരുടെ ഈ നേരത്ത്? അവൾക്ക് വിളിക്കാൻ കണ്ടൊരു നേരം പിശാശ്. എന്തടി ഞാൻ ഇപ്പൊ വരും. ഒരു കാര്യത്തിൽ നിൽക്കുമ്പോഴാ നിന്റെ ഒരു വിളി. ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. വെച്ചിട്ട് പോയി നീ. തലയുടെ ഓട് ധരിച്ചിട്ടൊക്കെ നിൽക്കുമ്പോഴുള്ള ഓരോ വിളി. എല്ലാം ഉണ്ടാക്കിട്ട് ചിരിക്കാൻ നിൽക്കല്ലേ. ഒരെണ്ണം കൊണ്ട് തന്നാണ്ടല്ല എടുക്കാൻ നോക്കണേ. അളിയ തെറി പറയരുത്. നമുക്ക് കേറി എടുത്താല. നിന്റെ ഈ കളർ പോരാ.
കത്തി കരിഞ്ഞു പോവും. 20,000 വാട്ടാ കമ്പി. 25,000. മര്യാദയ്ക്ക് എടുക്കാൻ നോക്കടാ എങ്ങനെയെങ്കിലൊക്കെ. വിളിക്കണു പിശാശികള്. എന്തെങ്കിലൊക്കെ പറയും നീ അവരുടെ അടുത്ത്. പറയാ ഞങ്ങളിത് എത്തി. ആൾക്കാരോട് വെള്ളം കൂട്ടിയ കാശ് കൊണ്ട് പോയിട്ട് ഇവിടെ ബെസ്റ്റ് എന്നിട്ട് കട്ട് ചെയ്തല്ലോ മഹാരാജൻ. കട്ട് ചെയ്തറാ. കട്ട് ചെയ്താ? ആ അവനങ്ങനെ കട്ട് ചെയ്യുന്ന മനുഷ്യനല്ലല്ലോ. എന്തുട്ടത് അവൻ വിളിച്ചിട്ട് എവിടൊക്കെ പെട്ടെന്നൊക്കെ പറയണ. ബാറ്റർ ഇറങ്ങി പോയതാ മനുഷ്യ. തല വെച്ച് കിടക്കണ വണ്ടി വരുന്ന നോക്കിയതാ. നീ കുപ്പീരപ്പം തന്റെ ശവം കൂടി കൊണ്ടോണ്ടി വരും. എനിക്ക് എടുക്കാൻ നോക്കണ്ട, നീ കുപ്പിയെടുക്കാൻ നോക്ക്. കിടക്കേണ്ട സ്ഥലം തോട്ടി കിട്ടാൻ വല്ല വഴിയുണ്ടാ? വലിച്ചിടായിരുന്നു. ഒരു മിനിറ്റ്, എനിക്ക് വേറെ ഐഡിയ റെഡി ആവുമ്പോ കാര്യം റീലിടപെട്ട പൊട്ടുടാ. അല്ലാണ്ട് പിന്നെ എന്താ ചെയ്യാ? സാധാരണ പൊന്താനാ ബുദ്ധിമുട്ട്, ഇപ്പതേ താഴാനും പ്രശ്നം. ശരിയാ. എന്താ ചെയ്യണ്ട ദൈവമേ, ആകെ പെട്ടുപോയില്ലോ. ഏത് നേരത്തിനാവും വയ്ക്കാൻ തോന്നുന്നു. വല്ലാണ്ട് ചിന്തിക്കാണ്ടേ അത് എടുക്കാൻ നോക്ക്. ഇതില്ലാണ്ട് അവിടേക്ക് പോയാലത്തെ സ്ഥിതി അറിയാലോ. ഊഞ്ഞാലയ്യ ഡാ, നീക്കെന്ത് പറഞ്ഞ? ഞാൻ പറഞ്ഞിട്ടൊന്നും കേക്കണില്ല. എവിടേക്കൊക്കെ വിളിക്കണമെന്ന് പറയണ്ട ആള്. തന്നെ അയാളാക്കിയതാ ഏത് ബോധമണി വന്നെന്ന് വെച്ചിട്ട്. നീ ചെല്ലടാ. ഞാൻ എന്തിട്ട് പറയാനാ? എന്റെ അച്ഛനൊന്നല്ല അവിടെ പോയിരിക്കുന്നു പറയാനായിട്ട്. ആ, നിന്റെ അച്ഛനല്ലേ, പക്ഷെ ചായ കിട്ടാ. തലക്ക് പ്രാന്തെടുത്തിരിക്കുമ്പോ കോപ്പിലെ കോമഡി. ഇതിന്റെ ഒക്കെ ആണി നീയാ. നീ ഒരുത്തനെ ഇതൊക്കെ ഉണ്ടാക്കിയത്. നീ എന്നെ പൊക്കോട്ടാ. ഞാനും ഞാൻ ഭാഗത്തേക്കില്ല. ഞാനില്ല. എപ്പാണ് അതൊന്ന് താഴെ. അതെ, അമൃത വന്നാലേ വരാൻ പറ്റുള്ളൂ. ആ, അമൃത. അമൃത വരണമെന്നാ പറയണേ. ഏതമൃത? അമൃത ട്രെയിനാണ്. പക്ഷെ അപ്പൊ ഗേറ്റഡ് കിട്ടി ഉറപ്പിച്ചോ? അതെ, 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വരുന്ന പറയണ ട്രെയിൻ. ഗുഡ്സൻ വന്ന രക്ഷപ്പെട്ടു. ശവം ഗുഡ്സ് നോക്കിക്ക. വീണ്ടും കിടന്നു കയറി. എന്താ മോനെ സംഭവം ഇവിടെ? എന്തെന്നാ? താനാരാ? ഞാൻ ഇവിടുത്തെ ആളാ. ആഹാ, കൊറേ നേരം നിങ്ങൾ ചുറ്റി കളിക്കാൻ തുടങ്ങിട്ട് ഇവിടെ. എന്നിട്ട് ഇവിടെ കേസ്? എന്ത് കേസ്? താൻ തീർക്കൂ. താൻ പോയിരുന്നു. ആടാ, അവനെന്താ പ്രശ്നം? ഒന്നുമില്ല. മോൻ കാര്യം പറയേ. ഒരു സാധനം മുകളിലേക്ക് പോയി ചേട്ടാ. സാധനം എന്നിട്ട്? സ്മോളാ. സ്മോളാ? എവിടെയാ? മോളെന്ന് പറഞ്ഞ തന്നെ തൊള്ളങ്ങട് നിറഞ്ഞൂല. നീ പോയറാ, നിനക്ക് പ്രാന്തുണ്ട്. അന്ന് വണ്ടി ഒന്നുമില്ല. പോയറാ. ഇതേതണ്ടത്? പോട്ടറാ ക്ഷമിക്കേ. എവിടെയാണ് കരുമാടി നീ പോയി കിടക്കണേ? ഞങ്ങൾ വരാം. നിങ്ങളൊന്നും മിണ്ടാണ്ടിക്ക് പ്ലീസ് ഒന്നും മിണ്ടാണ്ടിക്ക്. അയ്യോ, വേതാളം പോലെ കൂടെ തുടരുന്ന ശാപം, വേവുന്നേ നെഞ്ചിനുള്ളിൽ താപം. ഓരോരോ കാലക്കേടിൽ തട്ടിപ്പൊട്ടി തൂകി കുന്നോളം കൂട്ടി വയ്ക്കും മോഹം. തിരിച്ചെത്തുമോ വത്സ, നാം കൊതിച്ചിടുമാ സൽസ. പിഴയ്ക്കുന്നൊരു വഴിക്കണ്ണുമായി കാഞ്ഞേ പോവാ. സാധനം എവിടാ വെച്ചപ്പോഴത്തിനും പൊങ്ങിപ്പോ പൊട്ടിച്ചു കളഞ്ഞു വന്നു നിൽക്കാലേ പന്നി. നിനക്കൊക്കെ തൂങ്ങിച്ചതുറപ്പാ.
തെറ്റുകൾ ക്ഷമിക്കാനും പൊറുക്കാനും കഴിഞ്ഞില്ലെങ്കിൽ പിന്നെന്ത് സൗഹൃദം, എന്ത് കൂട്ടായ്മ. എല്ലാം മറന്ന് അവർ വീണ്ടും വേതാളം പോലെ കൂടെ തുടരുന്ന ശാപം, വേദന്റെ നെഞ്ചിനുള്ളിൽ താപം, ആഘാത ചൂടം വിറയ്ക്കുന്ന ദേഹം, വല്ലാതെ വളരുന്ന മോഹം. ഉടലറിയണ ചവർപ്പാനേലും ഇറക്കിയിടുകിൽ സുഖം സൽസ, നുരപതയണ കുളിർ സോഡയിൽ കലർത്തിയിട്ടെത്ര കവിൾ താങ്ങി. പകലിരവുകൾ ഇഴഞ്ഞോടിടും കുഴഞ്ഞാടിടും അടിക്കാലം, പല തലമുറ കരം മാറി നാം നടത്തിയിടുന്ന കുടിശീലം. അരുതേലാലൂ നീ മനസ്സാകെയും നീ തരുതേ, ഇനിയും ഈ നാട്ടിൽ സൽസത്തേൻ കിളി പാറി വരും. സങ്കടമാണുയരും അതിനെന്തിന് വഴിതിരയാ. വേതാളം പോലെ കൂടെ തുടരുന്ന ശാപം, വേവുന്ന നെഞ്ചിനുള്ളിൽ താപം, ആഘാത ചൂടം വിറയ്ക്കുന്ന ദേഹം, വല്ലാതെ വളരുന്ന മോഹം. തിരിച്ചെത്തുമോ വത്സ നാം കൊതിച്ചിടുമാ സൽസ, പിഴയ്ക്കുന്ന